ഗൈസ്, വെൽക്കം ബാക്ക് ടു മിക്കൂസ് മീഡിയ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ പിങ്കു കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് കുളിയാണ് ഗൈസ് നടക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഞാനാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള പിള്ളേരെ കുളിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. വലിയ കുളിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, അടങ്ങി നിൽക്കത്തില്ല. ഇതുങ്ങളും അടങ്ങി നിൽക്കില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിപ്പിക്കണത്. അപ്പോൾ രണ്ടുപേരും എൻ്റെ കയ്യിലുണ്ട്, രണ്ടുപേരും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ കുറെ കുളിപ്പിക്കണമെന്ന് വെച്ചിട്ട് കുറെ നാളായി. പക്ഷേ കൊറേ നാളോ ആകപ്പാടെ എത്ര ദിവസമായി? കുറച്ച് ദിവസം. ഇനി അങ്ങോട്ട് മഴയായിരിക്കും. അപ്പൊ ഫസ്റ്റ് കുളി ഞങ്ങളങ്ങ് നടത്താൻ പോകും. ഞങ്ങളുടെ കൊച്ചുങ്ങളുടെ ഫസ്റ്റ് കുളി. അമിതിരിപ്പോ ഒന്നെന്തി അമിതിരിപ്പോ ഒന്നെന്തിയുടെ അമിതിരിപ്പോ ഒന്നെന്തിയെ ആ അമ്മച്ചിയും ഉമ്മച്ചിയും എല്ലാം ഞങ്ങളിപ്പോ കുളിപ്പിക്കും. ചൊറി ഉണ്ടായിരുന്നു. വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ കുളിപ്പിക്കാൻ പോവാം. അപ്പൊ നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. വൈകുന്നേരം സമയം കുളിപ്പിച്ച് തോർത്തിയെടുക്കാൻ പോവാ. അപ്പൊ അലക്കല്ലേ കൊണ്ടിടും. ആരാണ് ഇവിടെ കുളിക്കുന്നേ? നിന്നെയും കുളിപ്പിക്കും. എല്ലാരും കുളിക്കാൻ പോവാ. എന്നാ എനിക്കും കുളിക്കണമെന്നും പറഞ്ഞാണ്ട് അവള് മനഃപൂർവ്വം കുഴി മാന്തി മണ്ണാക്കുന്നുണ്ടോ ഈ മിക്കുവിനെയും കുളിപ്പിക്കും. ബാ കുളിന്ന് പറഞ്ഞപ്പോ ഇച്ചിരി മടിയൊക്കെ മിക്കുവിനുണ്ട്. പിന്നെ നീ എന്തിനാ മണ്ണ് മാന്തി ദേഹത്തേക്കാൻ പോയി വൈകിട്ട് സമയത്ത്? വാ കുളിപ്പിക്കാം. പൊക്കോ പല എല്ലാരും കുളിക്കാൻ പോവാ. ഞാൻ കുളിപ്പിച്ചോളാം, നിങ്ങളൊന്നും കുളിപ്പിച്ചാൽ ശരിയാവത്തില്ല. കൊച്ചു പിള്ളേരൊക്കെ അവര് കുളിപ്പിച്ചു. അങ്ങനെ കുളിപ്പിക്കരുതേ. ആ അതെന്തൊരു കുളിപ്പീരാണ് ഇത്. ഏയ് ഓസ് ചെറുതായിട്ട് അമ്മച്ചിയെ കുളിപ്പിക്കും. കുളിച്ചോ തറ നടത്തേക്കുന്നേ. ഞാനാ കുളിപ്പിക്കുന്നേന്ന് പറഞ്ഞിട്ട് കുളിപ്പിക്കാൻ വന്നവരല്ലേ സ്ഥലം വിട്ടു കേട്ടാ. ആശുക്ക് കുളിപ്പിക്കാറുണ്ട്. ഞാൻ കുളിപ്പിച്ചോളാം. ഞാൻ കുളിപ്പിക്കും. അല്ലാണ്ട് ഒരാളെ കുളിപ്പിച്ചു കഴിഞ്ഞ് മതി. ഒത്തിരി നമ്മള് വെള്ളത്തിൽ അങ്ങനെ കഴുകിയെടുക്കണ്ട. ചെറുതായിട്ട് ഷാമ്പൂ ഇട്ട് ചെറുതല്ല ബെല്ല് എന്ത് കാണിക്കുന്നേ? പപ്പി നീ അങ്ങ് അപ്പുറം പോക്കോ. നല്ലോണം തോർത്തിയെടുക്കാം. മതി. എനിക്ക് വയ്യ. അപ്പൊ 4 പേരുടെയും കുളി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിചാരിച്ചതുപോലെ കരച്ചിലും പിഴിച്ചിലും ഇഷ്ടക്കേടും ഒന്നും ഇല്ലായിരുന്നു. എല്ലാരും നല്ല സൂപ്പർ കുഞ്ഞായിട്ട് നിന്ന് തന്നു കുച്ചാനായിട്ട്. അപ്പൊ ഞങ്ങള് കുളി കഴിഞ്ഞിട്ട് താണ്ട 4 പേരുടെ പൊതിഞ്ഞു വെച്ചാ കൊണ്ട് ചൂട് കൊടുക്കാനായിട്ട് നക്കി തോത്ത് കഴിഞ്ഞിപ്പ മന്ത് മാറ് ചവിട്ടല്ലേ കാണത്തോലല്ലേ വരക്കുന്നേ കൊച്ചിങ്ങൾ വരക്കുന്നേ. 4 പേർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ അമ്മച്ചിമാരോട് വന്നാട്ടെ, അമ്മച്ചിമാരെ കൂടെ അങ്ങ് കുളിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുളിപ്പിച്ചോ? അത് ഞാനില്ല. വല്ലവരെ ഒന്നും കുളിപ്പിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. അതൊന്നും അവർക്കാർക്കും മതി. ഒരു കൊച്ചുങ്ങളോടുള്ള സ്നേഹം. ചൂടുപാട് പൊന്ന തണുക്കുന്നുടാ. അമ്മത്തെ കുഞ്ഞിന് തണുക്കുന്നോ? അതൊക്കെ ശരിയായിക്കോളും. നമ്മള് നേരത്തെ ഇതിനു മുന്നേ ഞാൻ കുളിപ്പിക്കുന്നേ. കണ്ണൊക്കെ വിരിഞ്ഞ ഞാൻ കുളിപ്പിക്കുന്നത്. പക്ഷെ ഹീറ്റർ വെച്ചൊന്ന് ചൂട് കൊടുത്താലോ? നിന്നെ വിറയ്ക്കുന്നിടാ പിങ്കു. കുഞ്ഞിനെ നോക്കുമ്പോ അത് കുഴപ്പമില്ല. ഒരാൾ അപ്പുറത്ത് മാറി നിറയ്ക്കുന്നു. സന്തോഷമായി കുളിച്ചു കഴിഞ്ഞപ്പോ. ഇച്ചിരി പാലൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അമ്മച്ചി കനിയത്തില്ല. അമ്മച്ചി കനിയുന്ന അമ്മച്ചി അല്ല അങ്ങനെ. പിങ്കു ഇച്ചിരി പാല് കൊടുക്കാമോ? തണുക്ക്. നമുക്ക് ആ ഹീറ്റർ വെച്ചിട്ട് ചൂടാക്കിയല്ലോ. അകത്തുകൊണ്ടേ അങ്ങ് ചൂടാക്കാം.
പാല് കുടിക്കുന്ന നോക്കിയേ. അവള് നിന്ന് കൊടുക്കത്തുമില്ല പെണ്ണ്. പാല് കുടിച്ച് കൊച്ചു പാല് കുടിച്ചോണ്ടിരുന്നപ്പോ അവള് ചാടി കണ്ട വണ്ടിയുടെ മണ്ടയ്ക്ക് കയറി. കഷ്ടാടി, ആ കുഞ്ഞു പാല് കുടിക്കാൻ വന്നതാ. ചൂടാക്കുക, ഞങ്ങൾ ഉണക്കിയെടുക്കുക. കുഞ്ഞിനെ ഉണക്കിയെടുക്ക. അതാ ഇപ്പൊ നമുക്കൊന്ന് ചൂട് കൊടുത്ത് ഉണക്കിയെടുക്കാന്നില്ലേ, അത് സെറ്റ് ആയിക്കോളൂ. ചൂടുണ്ടേടാ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്രാവശ്യം ലേറ്റായി പോയി കുളിക്കാൻ. അമ്മച്ചിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവക്ക് ഇഷ്ടപ്പെടുന്നില്ല പിങ്കുവിന്റെ.